ഈശ്വംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. 2 മക്കബായർ 8-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം. കർത്താവിൻ്റെ കോപം കരുണയായി മാറി. നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാനുള്ള സ്വർഗം തിരഞ്ഞെടുത്ത, സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിസ്മയകരമായ ഏറ്റവും അനുഗ്രഹപ്രദമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ ഒന്ന് ധ്യാനിക്കുകയാണ്. കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ കരുണ നമുക്ക് സൗജന്യമായി സ്വർഗത്തിൻ്റെ ഒരു ദാനമാണ്. ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾ വലിയ പ്രതിസന്ധിയിൽ കഴിയുന്ന നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ഈ വലിയ വാഗ്ദാനം, ഈശോമിശിഹ വഴി നമുക്ക് നൽകുന്ന ഈ വലിയ വാഗ്ദാനം നമ്മൾ അവകാശമാക്കാൻ വേണ്ടി സ്വർഗം ഒരുക്കിയ ഏറ്റവും സ്വീകാര്യമായ ഈ കരുണയുടെ വഴികളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മളിപ്പം കണ്ടു 2 മക്കബായരുടെ പുസ്തകം 8-ാം അധ്യായം 5-ാം വചനം. ദൈവത്തിൻ്റെ കോപം പോലും അവിടുന്ന് കരുണയാക്കി മാറ്റിയെന്ന്. കർത്താവിൻ്റെ കോപം കരുണയായി മാറിയെന്ന്. കർത്താവിൻ്റെ കോപം പോലും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് കരുണയാക്കി മാറ്റുവാൻ സദാ ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ ഏത് വിധത്തിലുള്ള നമ്മളുടെ പാപമോ കുറ്റമോ കുറവോ അശുദ്ധിയോ അവിടുന്ന് അത് ഗൗനിക്കാതെ അവിടുന്ന് കരുണ ചൊരിയാൻ വേണ്ടി നമ്മുടെ മേൽ ചൊരിയുന്ന വളരെ അനുഗ്രഹപ്രദമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചൊന്ന് ധ്യാനിക്കുക നമ്മൾ. അത് ഫൗസ്റ്റീനായുടെ ഡയറിക്കുറിപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നത്. ആദ്യമായി തന്നെ ആമുഖമായി ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നമുക്ക് കഴിയുമെങ്കിൽ ഫൗസ്റ്റീനായുടെ ഈ ഒരു ഡയറി എന്ന് പറയുന്ന 1800ഓളം ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു ഡയറി ഒന്ന് സ്വന്തമാക്കി വാങ്ങിക്കാൻ നോക്കണം. ഞാനിത് 4 വർഷമായി സ്വന്തമായി, എന്നിട്ടും എനിക്കതിൻ്റെ 4-1 പോലും ഇപ്പോഴും ഒന്ന് വായിക്കാൻ പറ്റിയില്ല. അങ്ങനെ വായിക്കാൻ പറ്റുകയില്ല. ആ ഒരു അത്ര വലിയ അനുഗ്രഹമാണ് ഇതിലൂടെ നൽകുന്നത്. ആ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത, ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയെ കൊണ്ട് എഴുതിച്ച ചില കാര്യങ്ങൾ നമ്മളിന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നൊന്നാണ് നോക്കുന്നത്. അതായത് ഡയറിയിൽ 570 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുകയാണ്, കരുണയുടെ ചിത്രം വണങ്ങിയാൽ എൻ്റെ ചൈതന്യം ആ പ്രദേശത്തേക്ക് ആകെ ഞാൻ ഒഴുക്കും, ആകെ ആ പ്രദേശം എൻ്റെ കരുണയിൽ വലയം ചെയ്യുമെന്ന്. ഡയറിയിൽ 570 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നതാണ്, കരുണയുടെ ചിത്രം വണങ്ങിയാൽ എൻ്റെ ചൈതന്യം ആ പ്രദേശത്തെ ആകെ വലയം ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ഭവനത്തിൽ ഈ കരുണയുടെ ചിത്രം സ്ഥാപിച്ചാൽ ആ ഭവനം ദൈവ കരുണ കൊണ്ട് നിറയുമെന്ന് തിരിച്ചറിയണം. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, കരുണ ചിത്രം വണങ്ങുന്നവരെ, കരുണക്കൊന്ത ചെല്ലുന്നവരെ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ നിന്നും നിരവധിയായ ശിക്ഷകളെ തടഞ്ഞു നിർത്തി ഞാൻ അവരെ രക്ഷിക്കുമെന്ന്. സംഭവിക്കാൻ സാധ്യതയുള്ള നിരവധിയായ ശിക്ഷയിൽ നിന്ന് ആ ശിക്ഷയെ തടഞ്ഞു നിർത്തി ഞാൻ അവരെ രക്ഷിക്കുമെന്ന്. ഈ കരുണയുടെ ചിത്രം വണങ്ങുകയും കരുണക്കൊന്ത ചെല്ലുകയും വണങ്ങുന്നതിൻ്റെ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരിലേക്ക് ചെയ്യുന്ന അനുഗ്രഹത്തെ പറ്റിയാണ് പറയുന്നത്. വീണ്ടും ഡയറിയിൽ പറയുന്ന 1036 ഖണ്ഡികയിൽ പറയുന്നത്, കരുണയുടെ ജപമാല ദൈവകോപത്തെ ശമിപ്പിക്കുന്നു. ദൈവത്തിന് എന്നോടുള്ള മനോഭാവത്തിൻ്റെ പേരാണ് കരുണ. ദൈവത്തിന് നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട പാപം ചെയ്യുന്ന മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ, ദൈവം നമ്മെ സംസാരിക്കുന്ന, ദൈവം നമ്മെ താങ്ങി നിർത്തുന്നതിൻ്റെ പേരാണ് കരുണ. വീണ്ടും ഡയറിയിൽ 1059 പറയുന്നത്, എൻ്റെ കരുണയെ സമീപിക്കാൻ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ആത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരിയേക്കാളും കൂടുതലാണെങ്കിലും അതിനേക്കാളും വളരെ വലുതാണ് എൻ്റെ കരുണ. ഏതൊരു പാപിയെയും രക്ഷിക്കാൻ എൻ്റെ കരുണ പര്യാപ്തമാണ്. അതുകൊണ്ട് ഏതൊരു പാപിയും, എത്ര കൊടും പാപിയും എൻ്റെ കരുണയെ സമീപിച്ചാൽ അവനെ ആ പാപത്തിൽ നിന്നെല്ലാം ഞാൻ രക്ഷിക്കുമെന്നാണ് വചനം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും ഡയറി 365 ഖണ്ഡിക, എൻ്റെ പ്രതിനിധിയായ പുരോഹിതനെ അനുസരിച്ചും നിൻ്റെ ഇഷ്ടത്തെ ത്യജിച്ചും നിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതിനാലും അല്ല ഈ അനുഗ്രഹം നിനക്ക് തരുന്നത്. എന്നാൽ എൻ്റെ പുരോഹിതനെ, ഈ കർത്താവിൻ്റെ അഭിഷിക്തനെ നീ അനുസരിച്ചതിനാലും നിൻ്റെ പാപങ്ങളെ ഓർത്ത് നീ അനുദപിച്ചതിനാലും അതുകൊണ്ടാണ് ഈ കാരുണ്യം നിനക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ആഗ്രാഹ്യമായ അനുഗ്രഹങ്ങൾ ഇതിലൂടെ നിനക്ക് നൽകുന്നത്. അതുകൊണ്ട് പുരോഹിതനെ നമ്മൾ അനുസരിക്കണം. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരെ നമ്മൾ അനുസരിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രാഹ്യമായ കരുണ ഒഴുകി വരുവാൻ ഉള്ള വഴികൾ നമ്മൾ അടയ്ക്കരുത്. വീണ്ടും 367 ഖണ്ഡികയിൽ പറയുന്നത്,
നീചപാപിയായിട്ടുള്ള നീചപാപിയുടെ മേൽ അളവറ്റ കരുണ ചൊരിയുക എന്നുള്ളതിൻ്റെ അവകാശമാണെന്ന് ഖണ്ഡിക 367 പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര കൊടും പാപം ചെയ്താലും ഏത് ജീവിത സാഹചര്യം ജീവിച്ചാലും നമുക്കൊരു അനുതാപാർദ്രമായ ഹൃദയമുണ്ടായി ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ടാകുന്ന അനുഗ്രഹം വളരെ വലുതാണ്. ഹോസിയ പ്രവചനം 11-ാം അധ്യായം 4-ാം വചനം പറയുന്ന കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. അപ്പം ദൈവം കരുണയുടെ കയർ പിടിച്ച് നമ്മളെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ തക്ക ഒരു ദൈവബദലാക്കി ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കേ വേണ്ടൂ. ഈ അനുഗ്രഹം നമുക്ക് ഈശോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹം സ്വന്തമാക്കാൻ നമ്മൾ അവിടുത്തെ കരുണയെ അഭയം തേടണം, കരുണയെ പ്രാപിക്കണം. ഇത് അവിടെ നല്ല മരണം നേടുന്നതിന് വേണ്ടി ഈ കരുണയുടെ ജപമാല ചെല്ലുകയും ഈ കരുണയുടെ ഭക്താഭ്യാസങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് കൊടുത്ത കുറേ വാഗ്ദാനങ്ങളുണ്ട്. അത് ഡയറിയിൽ 1540 പറയുന്നത്, എൻ്റെ കരുണയിൽ ശരണപ്പെടുകയും മറ്റുള്ളവരെ ഈ ഭക്തി മാർഗത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ മരണസമയത്ത് ഭീതി അവരെ ഭയപ്പെടുകയില്ല, അവരുടെ അന്തിമ പോരാട്ടത്തിൽ എൻ്റെ കരുണ അവരെ വലയം ചെയ്ത് രക്ഷിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ദൈവകരുണയെപ്പറ്റി പ്രചരിപ്പിക്കുകയും ഈ കരുണ ജപമാല മറ്റ് ഭക്ത അഭ്യാസങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ എൻ്റെ മരണസമയം എൻ്റെ ദൈവം ഏറ്റെടുത്ത് എൻ്റെ ആത്മാവിനെ സുരക്ഷിതമായി അവിടുന്ന് വലയം ചെയ്യുമെന്നാണ്. വീണ്ടും തുടർന്ന് 1541 പറയുന്നത്, എൻ്റെ മകളെ ഞാൻ നിനക്ക് നൽകിയ കരുണയുടെ ജപമാല ചൊല്ലാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്ന ഏതൊരു അനുഗ്രഹവും അവർക്ക് ഞാൻ നൽകും. എന്നാൽ കരുണ ജപമാല ചൊല്ലി അനുതപിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു അനുഗ്രഹവും തരുമെന്ന് പറയണം. 3 മണി പ്രാർത്ഥന സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണ് എന്നൊക്കെ വളരെ വ്യക്തമായി തുടർന്നുള്ളത് പറയുന്നുണ്ട്. വീണ്ടും 1541 അടുത്ത പോർഷനിൽ പറയുന്നത്, കഠിന പാപികൾ കരുണക്കൊന്ന് ചെല്ലുമ്പോൾ അവരുടെ ആത്മാക്കളെ ഞാൻ സമാധാനം കൊണ്ട് നിറയ്ക്കും, അവരുടെ മരണസമയം സന്തോഷപ്രദമായിരിക്കുമെന്ന്. വീണ്ടും 1541 അടുത്ത പോർഷനിൽ പറയുന്നത്, മരണാസന്നരുടെ സാന്നിധ്യത്തിൽ കരുണയുടെ ജപമാല ജപിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെയും മരിക്കുന്ന വ്യക്തിയുടെയും മധ്യേ നീതിയുടെ വിധിയാളനായിട്ടല്ല ഞാൻ വരുന്നത്, പിന്നെ അവരുടെ രക്ഷകനായി കരുണാർദ്രമാതയോടെയാണ് ഞാൻ അവിടെ സമീപിക്കുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ ഏത് കൊടുംപാവികളാണ് കരുണയെ സമീപിച്ചാൽ അവൻ്റെ കരുണയുടെ കവാടം തുറക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മളെയും എത്തും. അതുകൊണ്ട് ഈ കരുണയുടെ ജപമാല പ്രചരിപ്പിക്കണം. ദൈവത്തിൻ്റെ ഈ വിസ്മയകരമായ കരുണയെ സംബന്ധിച്ച് നമ്മൾ ധ്യാനിക്കണം. ഈ കരുണ ചിത്രം വണങ്ങണം, കരുണ കൊന്ത ചെല്ലണം. നമ്മളിതിൻ്റെ പ്രചാരകരായി മാറിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് കരുണ തിരുനാൾ അതുമായ ദിവസങ്ങളിൽ 3 മണി സമയങ്ങളിൽ ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെട്ട് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് നമ്മൾ സഭയോട് ചേർന്ന് നിന്ന് ഇതുപോലെ നമ്മളൊരു ത്യാഗമെടുത്ത് സഹനമെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹം നമ്മൾ ചൊരിയും. അതുകൊണ്ട് ദൈവകരുണയിൽ ആശ്രയിച്ച് ഏതെങ്കിലും ജീവിക്കാൻ ഒരു ദൈവ തീരുമാനം എടുത്താൽ പിന്നെ സ്വർഗമാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് സ്വർഗം എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് ഞാനും അതിനോട് പോസിറ്റീവായി പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവകരുണയെ ഞാൻ ആശ്രയിക്കണം, ദൈവകരുണയെ ഞാൻ ശരണം പ്രാപിക്കണം, ദൈവകരുണയ്ക്ക് മുമ്പ് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി അടിയറ വയ്ക്കണം. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നമുക്കും ദൈവകരുണയെ ആശ്രയിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.